ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഒരിക്കൽ കൂടി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് വരുവാൻ ദൈവം കൃപ ചെയ്തു. ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റത്തെ കൊണ്ടുവരും. വിശ്വാസത്തോടെ ഇത് കേൾക്കുക. ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കും. ഇത് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇന്ന് സൗഖ്യമാകാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ മേൽ നിൽക്കുന്ന പിശാച് വെച്ച എത്ര വലിയ ബന്ധനമാണേലും എത്ര വലിയ രോഗമാണേലും ഇന്ന് നിങ്ങൾ സൗഖ്യമാകാൻ വേണ്ടി പോവാണ്. പരിശുദ്ധാത്മാവ് അങ്ങനെ നിങ്ങളോട് പറയാം, ഇന്ന് നിങ്ങൾ സൗഖ്യമാകും. ഇന്ന് നിങ്ങൾ ഡെലിവറൻസിലേക്ക് വരും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് ഇവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറട്ടെ. അങ്ങയുടെ ശക്തി, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇത് കേൾക്കുന്നവരുടെ റൂമുകളിൽ അവർക്ക് അനുഭവിക്കുന്ന രീതിയിൽ മാനിഫെസ്റ്റഡ് ആകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ അങ്ങ് കൂടെ ഇരിക്കുന്ന കൃപയ്ക്കായിട്ട് യേശുവിന്റെ നാമത്തിൽ ആമേൻ. ദൈവം എനിക്ക് തന്ന വചനം മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 14 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങൾ. അവർ പുരുഷാരത്തിന്റെ അടുക്കൽ വന്നാറെ ഒരു മനുഷ്യൻ വന്നു അവന്റെ മുമ്പാകെ മുട്ടുകുത്തി, കർത്താവെ, എന്റെ മകനോട് കരുണയുണ്ടാകും. അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകും. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത്. അതിന് യേശു, അവിശ്വാസവും ഓട്ടമുള്ള തലമുറയിൽ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുമെന്ന് ഉത്തരം പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അത് അവനെ വിട്ടുപോയി. ബാലന് ആ നാഴിക മുതൽ സൗഖ്യം. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്നു, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞ എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ. നിങ്ങൾ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഈ ഒരു ഇൻസിഡന്റ് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരാൾ തന്റെ മകനെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു. ആ മകന് ചന്ദ്രരോഗമാണ്. പലപ്പോഴും തീയിലും വെള്ളത്തിലും വീഴുന്ന ഒരവസ്ഥ, വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥ. യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുപോകും. എനിക്ക് തോന്നിക്കുന്നു ആ സമയത്ത് യേശു അവിടെ ഇല്ല. അതുകൊണ്ട് യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് ചെന്ന് അവരെ കൊണ്ട് പ്രാർത്ഥിക്കുക. പക്ഷെ അവരെ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടും സൗഖ്യം വരുന്നില്ല. യേശു തിരിച്ചു വന്നപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞു. യേശുവിന്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ, യേശു ശിഷ്യന്മാരെ ശാസിച്ചു. യേശു ഒരിക്കലും സാരയില്ല, കുഴപ്പമില്ലെന്നൊന്നും പറഞ്ഞില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമായില്ല, യേശു ശാസിച്ചു. കാരണം യേശുവിനറിയാം തന്റെ ശിഷ്യന്മാര് പ്രാർത്ഥിച്ചാലും സൗഖ്യം വരും. ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് പറയുവാണ്, പാസ്റ്റർമാരോ ഏതെങ്കിലും ഒരു അപ്പോസ്തലന്മാരോ, ഞാൻ പറയുന്നത് ലോകത്തിൽ അറിയപ്പെടുന്ന വ്യക്തികൾ പ്രാർത്ഥിച്ചാൽ മാത്രമല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചാലും സൗഖ്യം വരും. നിങ്ങൾ യേശുവിന്റെ ശിഷ്യനാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ വചനപ്രകാരം നീങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിച്ചാലും സൗഖ്യം വരും. നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഡെലിവറൻസ് വരും. യേശു ശിഷ്യന്മാരോട് പറയും, യേശു ശിഷ്യന്മാരെ ശാസിക്കുക, അവർക്ക് എത്ര നാള് ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കും, അവിശ്വാസവും തോട്ടമുള്ള തലമുറയിൽ എത്ര നാള് ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കും. ഇതാണ് യേശുവിന്റെ റെസ്പോൺസ്. കാരണം യേശുവിന് അറിയാം, ഞാൻ ഇപ്പൊ ഇവരുടെ കൂടെ ഉണ്ട്, കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ എടുക്കപ്പെടുന്ന ഒരു സമയം വരും. അന്നേരം ഇവരാണ് പ്രവർത്തിക്കേണ്ടത്. ഇന്ന് ഞാൻ അവരുടെ കൂടെ ഇരിക്കുവാണ്, അവരെന്റെ മിനിസ്ട്രി കാണുവാണ്, അവരെന്നാൽ ട്രെയിൻ ചെയ്യപ്പെടുകയാണ്. ഞാൻ ഇരിക്കുമ്പോഴും ഇവരെങ്ങനെയാണെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാൽ അതായിരിക്കും യേശു ചിന്തിച്ച കാര്യം. എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കും, അതാണ് യേശു പറഞ്ഞത്. കാരണം യേശു തന്റെ ശിഷ്യന്മാർ ഈ സൗഖ്യമാക്കുവാനുള്ള അധികാരം ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കാര്യമില്ലാതെ യേശു ഒരിക്കലും ശാസിക്കത്തില്ല. നമ്മൾ ഒരു വാക്യം നോക്കുവാണെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 7, 12, 13 വാക്യം നോക്കുവാണെങ്കിൽ യേശു ശിഷ്യന്മാരുടെ മേൽ വെച്ച ഒരു അധികാരത്തെ കുറിച്ച് കാണും. അനന്തരം അവർ 12 അടുക്കെ വിളിച്ചു അവരെ ഈ 2 അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിച്ചു. വളരെ ഭൂതങ്ങളെ പുറത്താക്കി
അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. ഇവിടെ പറയുന്ന കാര്യം, തന്റെ ശിഷ്യന്മാരെ യേശു ഓൾറെഡി അധികാരം കൊടുത്ത് പറഞ്ഞു വിട്ട ഒരു സമയത്തെക്കുറിച്ച് പറയുന്നത്. യേശു കൊടുത്ത അധികാരം അവരുടെ മേലുണ്ട്. അവര് ചെന്ന സ്ഥലത്ത് വലിയ മാനിഫെസ്റ്റേഷൻ സംഭവിച്ചു, വലിയ വിടുതലുകൾ സംഭവിച്ചു, അശുദ്ധാത്മാക്കൾ പുറത്തുപോയി, രോഗികൾ സൗഖ്യമായി. ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, അവർ തിരിച്ചു വന്ന് കർത്താവിനോട് പറയുന്നുണ്ട്, ഞങ്ങൾ പോയ സ്ഥലത്ത് സംഭവിച്ച അത്ഭുതങ്ങളെ കുറിച്ച് അവർ പറയുന്നു. അവർ അത്രമാത്രം എക്സൈറ്റഡ് ആയിരുന്നു. അത്രയും വലിയ മിനിസ്ട്രി ചെയ്ത ശിഷ്യന്മാരെ യേശു കണ്ടിട്ടുണ്ട്. യേശു മാത്രമല്ല, ജനങ്ങളും കണ്ടിട്ടുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാരും യേശു ചെയ്യുന്ന പോലെ അത്ഭുതങ്ങളെ ചെയ്ത് ജനങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശു ഇല്ലായിരുന്ന സമയത്ത് ശിഷ്യന്മാരുടെ അടുക്കൽ ഈ വ്യക്തി തന്റെ മകനെ കൊണ്ട് പോയത്. കാരണം അവർക്കും സൗഖ്യമാക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ അവരെ കൊണ്ട് സൗഖ്യമാക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ ഒരു വാക്യം ശ്രദ്ധിച്ചപ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ശിഷ്യന്മാര് അധികാരവുമായിട്ട് പോകുവാണ്. അവര് പ്രസംഗിച്ചത് മാനസാന്തരത്തെ കുറിച്ചാണ്. അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിച്ചു. നമ്മുടെ മേൽ ദൈവ അധികാരം തന്നിട്ടുണ്ട്, നമ്മുടെ മേൽ ദൈവശക്തിയുണ്ട്. പക്ഷെ നമ്മുടെ പ്രസംഗം ദൈവത്തിന്റെ സന്നിധിയിൽ മാനസാന്തരപ്പെടുന്നതിനെ കുറിച്ചായിരിക്കണം, സുവിശേഷത്തെ കുറിച്ചായിരിക്കും. സുവിശേഷം പറയുന്ന ഒരു വ്യക്തി, യഥാർത്ഥ സുവിശേഷം പറയുന്ന ഒരു വ്യക്തിയിൽ അത് കേൾക്കുമ്പോൾ വ്യക്തികൾ മാനസാന്തരപ്പെടും. അവർ തങ്ങളുടെ പാപങ്ങളെ കുറിച്ച് അനുദപിച്ച് കർത്താവിങ്കിലേക്ക് മടങ്ങി വരും, കർത്താവിങ്കിലേക്ക് വരും. യഥാർത്ഥ സുവിശേഷത്തിൽ മാനസാന്തരമുണ്ട്. യഥാർത്ഥ സുവിശേഷത്തിൽ മാനസാന്തരമുണ്ട്. മാനസാന്തരപ്പെട്ട് തങ്ങളുടെ വഴികളെ, തെറ്റായ വഴികളെ കളഞ്ഞിട്ട്, പാപത്തിന്റെ വഴികളെ കളഞ്ഞിട്ട് യേശുവിലേക്ക് വരുന്നതാണ് യഥാർത്ഥ സുവിശേഷം. ഇതാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിങ്കിലേക്ക് വരേണ്ട സമയമാണ്. നിങ്ങൾ കർത്താവിങ്കിലേക്ക് വരാതെ നിങ്ങളുടെ മുമ്പിൽ വേറെ വഴിയില്ല. യേശു മാത്രമാണ് ഒരേ ഒരു വാതിൽ. ഈ വാതിലിലൂടെ കടക്കാതെ നിങ്ങൾ രക്ഷപ്പെടത്തില്ല. നിങ്ങൾ പാപിയാണ്. നിങ്ങൾ പാപിയാണെങ്കിൽ യേശുവിനെ വിശ്വസിച്ചാലല്ലാതെ, യേശുവിനെ അക്സെപ്റ്റ് ചെയ്യാതല്ല നിങ്ങൾക്ക് ആ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി പറ്റത്തില്ല. യഥാർത്ഥ സുവിശേഷം മാനസാന്തരത്തിന്റെ സുവിശേഷം. ഇവിടെ പറയുന്ന കാര്യം, അവര് സുവിശേഷം പ്രസംഗിച്ചു. സുവിശേഷം പ്രസംഗിച്ചതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ വെളിപ്പെട്ടു. അശുദ്ധാത്മാക്കൾ പുറത്തുപോയി. നമ്മൾ പലപ്പോഴും പറഞ്ഞ കാര്യം, നിങ്ങൾ കാണുന്ന പല രോഗങ്ങളുടെയും പുറകിൽ അശുദ്ധാത്മാക്കളുണ്ട്. അതിന്റെ പുറകിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്. അതിനെ പുറത്താക്കിയാൽ രോഗവും കൂടെ പോകും. ഇതൊരു ട്രൂത്താണ്. ശിഷ്യന്മാർ അശുദ്ധാത്മാക്കളെ പുറത്താക്കി, അനേകരെ എണ്ണ പൂശി സൗഖ്യമാക്കി. ഇത് പറയുന്നുണ്ട്. ഇത്രയും ചെയ്ത മിനിസ്ട്രി ചെയ്ത ശിഷ്യന്മാർക്ക് ഈ വ്യക്തിയെ സൗഖ്യമാക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് യേശു അവരെ ശാസിച്ചത്, എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. പക്ഷെ എന്തായിരിക്കാം ശിഷ്യന്മാർക്ക് ഇവിടെ സംഭവിച്ചത്? യേശു പറയുന്നുണ്ട്, അവരത് കഴിഞ്ഞ് ചെന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, നിങ്ങളുടെ അവിശ്വാസം നിമിത്തമാണ് അത് സംഭവിച്ചത്. പക്ഷെ എങ്ങനെ അവരുടെ മേൽ, ഇത്രയും പവർഫുൾ ആയിട്ട് നിന്ന ശിഷ്യന്മാരുടെ മേൽ എങ്ങനെ അവിശ്വാസം കടന്നു കയറി? അതിനെക്കുറിച്ച് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു വാക്യം വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 25 തൊട്ട് 27 വരെയുള്ള വാക്യം. എന്നാറെ പുരുഷാരം ഓടിക്കൂടുന്ന കണ്ട് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു, ഊമനും ചെകിടനുമായ ആത്മാവെ ഇവനെ വിട്ടുപോ, ഇനി ഇവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ യേശു ചെയ്ത കാര്യം, ഫസ്റ്റ് യേശു ആ രോഗത്തിന്റെ റിയൽ റീസണെ ഡിസേൺ ചെയ്തു. ആ രോഗത്തിന്റെ പുറമെ അത് ചാന്ദ്രരോഗമാണ്, പുറമെ അത് ചുഴൽ രോഗം പോലെ ഇരിക്കുന്നു. പക്ഷെ അതിന്റെ പുറകിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്. അതിന്റെ പുറകിൽ ഒരു അശുദ്ധാത്മാവുണ്ട്. ആ ആത്മാവിന്റെ പ്രത്യേകത, അത് ഊമനും ചെകിടനുമായ ആത്മാവ്. അതായത് ആ ഒരു റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു ആത്മാവ് അവന്റെ ഉള്ളിലുണ്ട്. അത് യേശു ഡിസേൺ ചെയ്തു. ആ പ്രോബ്ലത്തോട് യേശു കൽപ്പിച്ചു വിട്ടുപോവുകയാണ്. ഇതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ റിയലായി കർത്താവിനോട് പ്രാർത്ഥിച്ച നിങ്ങൾ നിൽക്കുന്ന പ്രശ്നത്തിന്റെ റിയൽ റീസൺ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തും. അത് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയാൽ നിങ്ങൾ ഓർത്തോ, നിങ്ങൾ ഡെലിവറൻസ് ആയി കഴിഞ്ഞു. നിങ്ങൾ അതിനോട് കൽപ്പിക്കണം, വിട്ടുപോകണം. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിച്ചാൽ ആദ്യം നിങ്ങളെ വിട്ടുപോകും. നിങ്ങൾക്ക് ഫ്രീഡം വരും. നിങ്ങളുടെ മകൾ രക്ഷപ്പെടും, നിങ്ങളുടെ മകൻ രക്ഷപ്പെടും, നിങ്ങളുടെ ജോലി രക്ഷപ്പെടും.
ഡെലിവറൻസ് സംഭവിക്കും. ദൈവം നിങ്ങളോട് പറയുവാണ്, റിയൽ റീസൺ, നിങ്ങൾ ഇപ്പോൾ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുന്ന പ്രശ്നത്തിന്റെ റിയൽ റീസൺ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ വേണ്ടി യേശു റിയൽ റീസൺ കണ്ടുപിടിച്ചു, അതിനോട് കൽപ്പിച്ചു. അപ്പൊ അതിന്റെ അടുത്ത വാക്യത്തിൽ, അപ്പോൾ അത് നിലവിളിച്ചു, അവനെ വളരെ ഇഴച്ചു പുറപ്പെട്ടു പോയി, മരിച്ചുപോയി എന്ന് പലരും പറയുവാൻ തക്കവണ്ണം അവൻ മരിച്ച പോലായി. നമുക്കറിയാം, യേശു പറഞ്ഞ സമയത്ത് ഭയങ്കര ഒരു മാനിഫെസ്റ്റേഷൻ സംഭവിച്ചു. ആ വ്യക്തി അത് വലിച്ചിഴച്ച് അവസാനം അത് പോയപ്പം ആ വ്യക്തി മരിച്ചവനെ പോലായി. ഇതാണ് ശിഷ്യന്മാരെ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചത്. ശിഷ്യന്മാരെ പ്രാർത്ഥിച്ചപ്പോഴും ഈ വ്യക്തി പടയ്ക്കാനും ഈ മാനിഫെസ്റ്റേഷനും കാണിക്കാൻ വേണ്ടി തുടങ്ങി. നോക്കിക്കോട്ടെ, യേശു പ്രാർത്ഥിച്ചിട്ട് അത് വിട്ടു പോയി കഴിഞ്ഞപ്പോൾ ആ വ്യക്തി മരിച്ച പോലെ ആയിപ്പോയി. വേണമെങ്കിൽ ചിലർ പറയും, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ആണ്ട് ആ വ്യക്തി മരിച്ചു പോയെന്ന് പറയും. ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. കാര്യം, കണ്ടു നിൽക്കുന്ന ആൾക്കാരെ നെഗറ്റീവ് പറയും. ശിഷ്യന്മാരുടെ കേസിൽ ഇതാ സംഭവിച്ച്, ആ നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ, ആ വ്യക്തിയെ വലിച്ചഴച്ച് കൊണ്ടുപോകുന്ന ആ സ്പിരിറ്റിന്റെ മാനിഫെസ്റ്റേഷൻ കണ്ടപ്പോൾ അവർ പേടിച്ചു. അവർ റിയലി അവിടെ സൗഖ്യം വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ ആ ഒരു ആത്മാവ് അവർ പറഞ്ഞപ്പോൾ അതിന്റെ മാനിഫെസ്റ്റേഷൻ കണ്ട് അവർ പേടിച്ചു പോയപ്പോൾ അവരുടെ ഉള്ളിലേക്ക് അവിശ്വാസം കയറി. നിങ്ങൾ അധികാരത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സൂപ്പർ നാച്ചുറൽ റലത്തിലാണ്, ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ റലത്തിലാണ് നിങ്ങൾ പോകുന്നത്. പക്ഷെ എപ്പോഴാണോ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയം കയറുന്നത്, നിങ്ങൾ സൂപ്പർ നാച്ചുറൽ റലത്തിൽ നിന്നും നാച്ചുറലിലേക്ക്, സ്വാഭാവിക ലോകത്തിലേക്ക് നിങ്ങൾ വരും. അതായത്, പത്രോസ് യേശുവിൽ നിന്നും ഒരു വാക്ക് കേട്ടിട്ട് വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കുവാണ്. അപ്പോൾ അദ്ദേഹം സൂപ്പർ നാച്ചുറൽ റലത്തിലാണ്. എന്നാൽ കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ, യേശുവിൽ നിന്നൊരു വാക്ക് കേട്ടു, വെള്ളത്തിന്റെ മേൽ കൂടെ നടക്കുവാൻ തുടങ്ങി. വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കുവാൻ, സ്വാഭാവിക നിയമങ്ങളുടെ മുകളിൽ, ഭൂമിയുടെ നിയമങ്ങളുടെ മുകളിൽ, സ്വർഗത്തിലെ നിയമത്തിന് അനുസരിച്ചുകൊണ്ട് ഒരു സൂപ്പർ നാച്ചുറൽ റലത്തിൽ ആ വെള്ളത്തിന്റെ മീതെ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്രോസ്. എന്നാൽ കാറ്റിനെ കണ്ട് പേടിച്ചപ്പോൾ അവിശ്വാസം ഉള്ളിലോട്ട് കയറി. അപ്പൊ എന്ത് സംഭവിച്ചു? ആ സൂപ്പർ നാച്ചുറൽ റലത്തിൽ നിന്നും നാച്ചുറൽ റലത്തിലേക്ക് ആള് വന്നു. സ്വാഭാവികമായ ലോകത്തിലേക്ക് ആ വ്യക്തി വന്നു. ആ സമയത്ത് താഴാൻ വേണ്ടി തുടങ്ങി. അധികാരം വർക്ക് ചെയ്യണമെങ്കിൽ ഭയം പാടില്ല. ഭയം നിങ്ങളുടെ ഉള്ളിൽ കയറിയാൽ ഇറ്റ് വിൽ ഡീആക്ടിവേറ്റ് യുവർ അതോറിറ്റി. അതോറിറ്റി വിൽ നെവർ വർക്ക് ഇഫ് യു ഹാവ് എ ഫിയർ ഇൻ യുവർ മൈൻഡ്. നിങ്ങളുടെ ഉള്ളിൽ ഭയമുണ്ടെങ്കിൽ അതോറിറ്റി വർക്ക് ചെയ്യത്തില്ല, അവിശ്വാസം കയറും. യേശു ചെയ്ത കാര്യം, ആ വ്യക്തി മരിച്ചതുപോലായിപ്പോയി. അതിന്റെ അടുത്ത വാക്യത്തിൽ, യേശു അവനെ കൈക്ക് പിടിച്ച് നിവർത്തി, അവൻ എഴുന്നേറ്റു. നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ കണ്ട് യേശുവിനൊന്നും സംഭവിച്ചില്ല. ആ വ്യക്തി മരിച്ചവനെ പോലെ കിടക്കുക. പക്ഷെ യേശു അവിടം കൊണ്ട് നിന്നില്ല, യേശു കൈ പിടിച്ച് അങ്ങോട്ട് എഴുന്നേൽപ്പിച്ചു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും നടക്കത്തില്ല. ഒരു പക്ഷെ എല്ലാം നെഗറ്റീവായിട്ട് തോന്നും. പക്ഷെ ഒരു ആക്ഷൻ ഓഫ് ഫെയ്ത്ത് നിങ്ങൾ ചെയ്യണം. മുമ്പോട്ട് ചെന്ന് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കണം, അല്ലെങ്കിൽ മുമ്പോട്ട് നിങ്ങൾ സ്റ്റെപ്പ് വെക്കണം. ചില വ്യക്തികളോട് പറയുവാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങൾ കൽപ്പിച്ചു, നെക്സ്റ്റ് നിങ്ങൾ സ്റ്റെപ്പ് വെക്കേണ്ട സമയം. അതിലാണ് അത്ഭുതം വെളിപ്പെടുന്നത്. മോശ കടലിന്റെ മുമ്പിൽ, കടല് മുമ്പിലുണ്ട്, മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പുറകിൽ ഫറവോന്റെ സൈന്യം. ദൈവം പറയുക മോശയോട്, നീ എന്തിനാ എന്നോട് വിലപിക്കുന്നത്? നിന്റെ വടി നീട്ടുക. ആക്ഷൻ ഓഫ് ഫെയ്ത്ത്. അധികാരമുണ്ട്, പക്ഷെ ഒരു ആക്ഷനും കൂടെ വേണം. ആക്ഷൻ ഓഫ് ഫെയ്ത്ത് സംഭവിച്ചപ്പോൾ അധികാരം ഉള്ളിൽ നിന്ന് വെളിപ്പെട്ടു. സമുദ്രം രണ്ടായിട്ട് മാറി, ഒരു പാത വെളിപ്പെട്ടു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഒരു വഴി റിലീസ് ആകട്ടെ. In the mighty name of Jesus, I release an authority. നിങ്ങൾ പറയുമ്പോൾ വഴി വെളിപ്പെടും. ദൈവം എനിക്ക് ഒരു ഹരി എന്നൊരു പേരിനെ കാണിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ വഴി വെളിപ്പെടാൻ വേണ്ടി പോവുക. യേശുവിന്റെ നാമത്തിൽ.
ലാ റിക്കോനിയ സിക്കോ റഖാത്തി. നിനക്കൊരു വഴി വെളിപ്പെടുക, നിനക്കൊരു വഴി വെളിപ്പെടുക. നീ മറ്റൊരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ എല്ലാം അടഞ്ഞു. പക്ഷെ ദൈവം പറയാം, നിനക്ക് വേണ്ടി ആ വഴി ഓപ്പൺ ആക്കുവാണ്. ഞാൻ നിനക്ക് വേണ്ടി, നീ മറ്റൊരു രാജ്യത്ത് ജോലിക്ക് വേണ്ടി പോകുന്ന ഞാൻ കാണും. ഒരു അറബി സംസാരിക്കുന്ന ഒരു രാജ്യത്ത് UAE-യിലേക്ക് ദൈവം നിന്നെ അയക്കുക. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ആ വിസ നിനക്ക് വേണ്ടി സ്റ്റാമ്പ് ചെയ്യപ്പെടും. ഞാൻ AC ടെക്നീഷ്യൻ, അങ്ങനെ ഒരു ടൈപ്പ് ജോലിയാണ് നിന്നിൽ കൂടെ ഞാൻ കാണുന്നത്. യേശുവിന്റെ നാമത്തിൽ നിനക്ക് വേണ്ടി അത് വെളിപ്പെടുക. അപ്പോൾ പിന്നെ ദൈവം വേറൊരു പേര് കൂടെ കാണിക്കും. യേശുവിന്റെ നാമം. ഒരു ബാലകൃഷ്ണന് വേണ്ടി ദൈവത്തിന്റെ വഴി ഓപ്പൺ ആകും. നിന്റെ വൈഫിന്റെ മേൽ ദൈവത്തിന്റെ ഒരു സൗഖ്യം വെളിപ്പെടുക. യേശുവിന്റെ നാമം. കട്ടിലേ കിടക്കുവാണ്. ഞാനിപ്പോ അങ്ങനെ ഒരു റെവലേഷനെ കാണാം. ദൈവം പറയാൻ എഴുന്നേക്കാൻ വേണ്ടി പോകും. യേശുവിന്റെ നാമം. ആ സൗഖ്യത്തെ ഞാൻ റിലീസ്, അതിന്റെ പുറകിലുള്ള സ്പിരിറ്റിനോട് വിട്ടുമാറുവാൻ ഞാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. ആലപ്പാട് എന്നൊരു സ്ഥലം ദൈവനെ കാണും. യേശുവിന്റെ നാമത്തിൽ നിന്റെ മേലിപ്പോ ആ സൗഖ്യത്തെ ഞാൻ റിലീസ് ചെയ്യും. നിന്റെ കുടുംബത്തിലെ സൗഖ്യം കർത്താവിലേക്ക് വരും. യേശുവിന്റെ മുമ്പിൽ മാത്രം ഒരു വാതിലും, അതിൽ കൂടെ കടന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. യേശുവിന്റെ നാമം അതിനെ ഞാൻ റിലീസ് ചെയ്യും. ദൈവം പറയാം, കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഒരു ആക്ഷൻ ഓഫ് ഫെയ്ത്ത് ചെയ്യണം. കൽപ്പിച്ചു, പ്രാർത്ഥിച്ചു. അടുത്തത് ആക്ഷൻ ഓഫ് ഫെയ്ത്ത് ആണ്. വിശ്വാസത്താൽ ഉള്ള ഒരു പ്രവൃത്തിയാണ് നമ്മുടെ വേണ്ടത്. നമുക്കറിയാം, അത് കഴിഞ്ഞ് ശിഷ്യന്മാര് കർത്താവിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് അതിനെ പുറത്താക്കാൻ പറ്റാത്തത്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കുവാണെങ്കിൽ, ഞാൻ ആ വാക്യത്തിലോട്ടൊന്ന് പോകട്ടെ. ഞങ്ങൾക്ക് അതിനെ പുറത്താക്കിക്കൊണ്ടാൻ എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം മാത്രം. എന്നിട്ട് പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാവുകയില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം, നിങ്ങൾ മലയോട് കൽപ്പിച്ചാൽ അത് നീങ്ങും. എങ്ങനെ വേണം? ഒരു കടുകുമണിയുടെ അത്രയെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ മലയോട് കൽപ്പിച്ചാൽ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആ മല പോലെ നിൽക്കുന്ന പ്രതിബന്ധം എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനോട് കൽപ്പിച്ചാൽ അത് നീങ്ങും. ഇവിടെ പറയുന്ന വിശ്വാസത്തിന്റെ എമൗണ്ട് വളരെ ചെറുതാണ്. കടുകിന്റെ അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ മലയോട് നീങ്ങിപ്പോകാൻ വേണ്ടി പറയും. ഇപ്പൊ ഞാൻ ചുമ്മാ പറയുകയായിരുന്നു, അതിന്റെ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ചെറുത്. അങ്ങനെയാണെങ്കിൽ തണ്ണിമത്തന്റെ അത്രയും വലുപ്പമുള്ള ഒരു വിശ്വാസമാണെങ്കിൽ എത്രമാത്രം ചെയ്യാൻ വേണ്ടി പറ്റും? അതിനേക്കാളും കൂടുതൽ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം വിശ്വാസം? എനിക്കറിയാവുന്ന ഒരു കാര്യം പറയാം. ഈ ലോകത്ത് ലഭിക്കാൻ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ സാൽവേഷൻ, നിങ്ങളുടെ രക്ഷയാണ്. രക്ഷയെ ഒരിക്കലും ഈസി ആയിട്ട് കിട്ടത്തില്ല. പഴയ നിയമത്തിനകത്ത് നിയമങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയമങ്ങളെ എല്ലാം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. പക്ഷെ ഇമ്പോസിബിൾ ആണ്. ഒരു മനുഷ്യനെ കൊണ്ടും അത് കംപ്ലീറ്റ് ആയിട്ട് അനുഷ്ഠിക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം രക്ഷയിലേക്കുള്ള വാതിൽ വളരെ ഇടുക്കമാണ്. പക്ഷെ സംഭവിച്ച കാര്യം, നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ഇത് ഈസി ആയിട്ട് നിങ്ങളിലേക്ക് വന്നു. യേശുക്രിസ്തു എന്ന വാതിൽ, നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചു. അങ്ങനെയാണെങ്കിൽ യേശുവിനെ വിശ്വസിക്കുന്ന വ്യക്തി രക്ഷപ്പെടും, രക്ഷിക്കപ്പെടും. അതിന് ഏറ്റവും കൂടുതൽ വിശ്വാസം വേണം. എന്നാൽ എന്നെ കേൾക്കുന്ന പല ആൾക്കാരും, ഇത് രക്ഷിക്കപ്പെട്ട ആൾക്കാർ കേൾക്കുന്നു, നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടെങ്കിൽ ഏറ്റവും വലിയ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ കിടക്കും. അതിനാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം വേണ്ടത്. അത് നിങ്ങളെ കൊണ്ട് സാധിച്ചു. നിങ്ങൾ യേശുവിനെ രക്ഷിതമായിട്ട് സ്വീകരിച്ചു, രക്ഷയിലേക്ക് കടന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ വിശ്വാസം കിടക്കും. കടുകുമണിയേക്കാളും വലിയ വിശ്വാസം, രക്ഷിക്കപ്പെടാൻ വേണ്ടിയുള്ള ആ വലിയ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ കിടക്കും. ഞാനൊരു ട്രൂത്ത് പറയും, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന വിശ്വാസം അത് യേശുവിന്റെ വിശ്വാസം. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന വിശ്വാസം അത് നിങ്ങളുടെ വിശ്വാസമല്ല, അത് ദൈവത്താൽ നിങ്ങൾക്ക് തന്ന യേശുവിന്റെ വിശ്വാസം. യേശുവിന്റെ വിശ്വാസമാണ്. അത് ഞാൻ ഒരു വാക്യം കൂടെ അതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ വായിക്കാം. അതിനെ ഒന്ന്, ഗലാത്യർ 2:16.
എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ പ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു. ഇത് മലയാളത്തിൽ എഴുതിക്കുന്ന കാര്യമാണ്. ഇംഗ്ലീഷിലോട്ട് വരുവാണെങ്കിൽ, നോവിങ് ദാറ്റ് എ മാൻ ഈസ് നോട്ട് ജസ്റ്റിഫൈഡ് ബൈ ദ വർക്ക് ഓഫ് ദ ലോ ബട്ട് ബൈ ദ ഫെയ്ത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. Even we have believed in Jesus Christ, that we might be justified by the faith of Christ and not by the work of the law. ഇവിടെ പറഞ്ഞ കാര്യം ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ്. ഞാൻ കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ, യു ഹാവ് എ ഫെയ്ത്ത് ലൈക്ക് ക്രൈസ്റ്റ്, യു ഹാവ് എ ഫെയ്ത്ത് ലൈക്ക് ഗോഡ്. ദൈവത്താലുള്ള വിശ്വാസം, ദൈവത്തിന്റെ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിലും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകും. ആ ഉള്ളിൽ തന്ന വിശ്വാസം അത് ദൈവത്തിൽ നിന്ന് വരുന്നു, അത് ദൈവത്തിന്റെ ദാനമാണ്. നിങ്ങളുടെ ഉള്ളിൽ യേശുവിന്റെ വിശ്വാസം കിടക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന മസ്റ്റാർഡ് സീഡിന്റെ വിശ്വാസമല്ല, അതിനേക്കാൾ ഏറ്റവും ഗ്രേറ്റ് ആയ യേശുവിന്റെ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇതാണ് ട്രൂത്ത്. ഇതാണ് ട്രൂത്ത്. അങ്ങനെയാണെങ്കിൽ ഈ വിശ്വാസത്താൽ നിങ്ങൾ പറഞ്ഞാൽ മല നീങ്ങിപ്പോകും, പ്രതിബന്ധം നീങ്ങിപ്പോകും. രോഗത്തോട് റിയൽ റീസണോട് നിങ്ങൾ യേശുവിന്റെ വിശ്വാസത്താൽ കൽപ്പിച്ച അത് അവിടുന്ന് വിട്ടു മാറിയിരിക്കും. ദൈവം തന്നൊരു പ്രോഫറ്റിക് വേർഡ് പറയാം. യെശയ്യാവ് 41:15. ഇതാ ഞാൻ നിന്നെ പുതിയതും, ഇത് ചിലരോട് ദൂതാണ്, ഇതാ ഞാൻ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കും. നീ പർവ്വതങ്ങളെ മെതിച്ചു കൊടുക്കുകയും കുന്നുകളെ പതിർ പോലെയാക്കുകയും ചെയ്യും. നീ അവയെ പാറ്റും, കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോകും, ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും. നീയോ അവയിൽ ഘോഷിച്ചുല്ലസിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധൻ പുകഴും. അതിന്റെ അർത്ഥം, നിങ്ങളുടെ ഉള്ളിൽ ഉള്ള വിശ്വാസത്താൽ നിങ്ങൾ പർവ്വതങ്ങളെ പൊടിച്ചു കളയും, അതിനെ മെതിച്ചു കളയും. പരിശുദ്ധാത്മാവിന്റെ കാറ്റിനാൽ അതിനെ പറത്തി കളയും. 3 കാര്യം സംഭവിക്കാൻ പോകും. ഒന്ന് പൊടിച്ചു കളയും, ഒന്ന് മെതിച്ചു കളയും, ഒന്ന് പറത്തി കളയും. ഇത് വേണമെങ്കിൽ നമുക്ക് വെറും വാക്യമായിട്ട് എടുക്കാം, ഇത് റിയൽ ലൈഫായിട്ട് നമുക്ക് എടുക്കാം. ഇന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ ഒരു റിയൽ മാനിഫെസ്റ്റേഷൻ സംഭവിക്കും. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിബന്ധങ്ങൾ അത് തകർന്നു പോകും, അത് പൊടിഞ്ഞു പോകും. അത് പരിശുദ്ധാത്മാവിന്റെ കാറ്റ്, അത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകും. ഞാനത് പറയുന്ന സമയത്ത് ബാങ്ക് റിലേറ്റഡ് ഡെപ്തുകൾ, കടങ്ങൾ മാറിപ്പോകും. നിങ്ങളെ കൊണ്ട് ഒരിക്കലും അടയ്ക്കാൻ പറ്റാത്ത കടമാണ് നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നത്. പക്ഷെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ആ ഡെപ്തിനെ ഞാൻ ക്യാൻസൽ ചെയ്യും. ആ ഒരു മൗണ്ടനെ ഞാനിപ്പോൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യും. റബൂഷ്, രജനി എന്നൊരു പേര് എനിക്കാണ്. രജനിക്ക് വേണ്ടി, ഒരാൾക്ക് വേണ്ടിയല്ല, ഞാൻ ദൈവം തന്നൊരു പേര് ഞാൻ പറയും. യേശുവിന്റെ നാമം ആ ബാങ്കിന്റെ പ്രശ്നങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്ന ഒരു പുതുവഴി നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആകാൻ ഞാൻ കൽപ്പിക്കുന്നു. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് റിയൽ റീസ്. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. യേശു അങ്ങനെ പറഞ്ഞ ശേഷം അതിന്റെ കൂടെ പറഞ്ഞൊരു കാര്യമാണ്, എന്നാൽ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഇങ്ങനെയുള്ള ജാതി നീങ്ങിപ്പോകത്തില്ല. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഒരു ഭൂതത്തെ പുറത്താക്കണമെങ്കിൽ ഉപവസിച്ചാൽ മാത്രമേ ഭൂതം പോകത്തുള്ളൂ, ഉപവസിച്ചാൽ മാത്രമേ രോഗം പോകത്തുള്ളൂ. ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടായിരിക്കും യേശു അങ്ങനെ പറഞ്ഞത്? അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ, ഉപവാസത്തിനൊരു ശക്തിയുണ്ട്. ഉപവാസത്തിന് ഒത്തിരി തലങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ഉപവാസത്തിൽ അടങ്ങിയിരിക്കും. പലതും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നേ ഉള്ളൂ. പക്ഷെ വെളിപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഉപവാസത്താൽ നിങ്ങൾ നിങ്ങളുടെ ജഡത്തെ ജയിക്കുക. ജഡത്തിന്റെ ചിന്ത എപ്പോഴും യേശുവിന്റെ ദൈവത്തിന്റെ ചിന്തയ്ക്ക് എതിരാണ്. റോമാലേഖനം 8:6 ഇങ്ങനെ പറയുന്നു, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡം നിങ്ങളോട് പറയും പ്രാർത്ഥിച്ചാൽ നടക്കത്തില്ല. ജഡം പേടിക്കും, മാനിഫെസ്റ്റേഷൻ കണ്ട് പേടിക്കും. എന്നാൽ ആത്മാവ് അങ്ങനെയല്ല. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡം പേടിക്കുന്ന സമയത്ത് ആത്മാവ് പറയും അവിടെ ജീവൻ വ്യാപരിക്കും.
ജഡം പേടിക്കുന്ന സമയത്ത് ആത്മാവ് പറയും അവിടെ സമാധാനം വ്യാപരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജഡത്തെ തകർത്ത് കളയണമെന്നുണ്ടെങ്കിൽ, ജഡത്തിന്റെ ചിന്തയെ, ഫ്ലഷിന്റെ ചിന്തയെ തകർക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. ഭയങ്കര പവർഫുൾ, ഭയങ്കര പവർഫുൾ. നിങ്ങൾ ഒന്ന് ഉപവസിച്ച് നോക്കി, ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി, നിങ്ങളുടെ ലെവല് മാറും, നിങ്ങളുടെ മിനിസ്ട്രി മാറും, നിങ്ങളുടെ ശക്തി വെളിപ്പെടും. ഇതാണ് യേശു പറയുന്ന കാര്യം. അതുകൊണ്ട് ഞാൻ പറയാം, ഉപവസിക്കുക. പറ്റുന്ന സമയത്തല്ല ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ശക്തി നിങ്ങളിലൂടെ വെളിപ്പെടും. ദൈവത്തിന്റെ ശക്തി നിങ്ങളോട് വെളിപ്പെടും. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കാം. ദൈവത്തിന്റെ അതോറിറ്റി, യേശു ക്രിസ്തുവിനുള്ള അതോറിറ്റി നിങ്ങളുടെ മേൽ ഓൾറെഡി തന്നു കഴിഞ്ഞിരിക്കും. അത് ശിഷ്യന്മാർക്ക് മാത്രമല്ല, നമ്മൾക്ക് എല്ലാവർക്കും ഒരുപോലെ ആപ്ലിക്കബിൾ ആണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17-ഉം 18 ഇങ്ങനെ പറയുന്നു: വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചടക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. ഇവിടെ പറയുന്ന കാര്യം, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അതിന്റെ അർത്ഥം ഈ പറഞ്ഞ അടയാളങ്ങൾ മൊത്തം നടക്കും. അതല്ലാതെ വിശ്വസിക്കുന്നവരാൽ ചില അടയാളങ്ങൾ നടക്കും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. വിശ്വസിച്ചാൽ ഈ അടയാളങ്ങൾ സകലം നടക്കും. ഈ അധികാരം നിങ്ങൾക്ക് തന്നിരിക്കുക. ഇതാണ് ബൈബിളിൽ എഴുതിയിരുന്ന റിയൽ കാര്യം. ആൾക്കാർ വിശ്വസിച്ചാലും ആൾക്കാർ വിശ്വസിച്ചില്ലെങ്കിലും ഇതാണ് റിയാലിറ്റി. നിങ്ങൾ ഇതിനെ ഏറ്റെടുത്ത് അപ്ലൈ ചെയ്ത് നോക്കി, സംഭവിച്ചിരിക്കും, സംഭവിച്ചിരിക്കും, റിയലായിട്ട് സംഭവിച്ചിരിക്കും. ഇതാണ് ദൈവം പറയുന്ന കാര്യം. യേശു പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. യേശു പറഞ്ഞതാ യോഹന്നാൻ 14:12, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയും. അതിന്റെ അർത്ഥം ഞാൻ പറയുന്ന എക്സാക്ട്ലി കറക്റ്റ് ആണ്, അതിന്റെ അപ്പുറം ഒന്നുമില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയും, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. യേശു ചെയ്ത സകല പ്രവൃത്തി യേശുവിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഉറപ്പുള്ള കാര്യം. എന്നിട്ട് അതിനോട് കൂടെ കണക്ട് ചെയ്ത് യേശു പറഞ്ഞ കാര്യമാണ്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിലും വലുത് അവൻ ചെയ്യും. അതായത് യേശു നമ്മുടെ കൂടെയുള്ള സമയത്ത് നമുക്ക് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ യേശു പിതാവിന്റെ അടുത്ത് പോയാൽ അതിനേക്കാളും വലിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് സത്യം. അധികാരം റിയലായിട്ട് നിങ്ങളുടെ മേൽ ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിക്കണം. ശക്തി നിങ്ങളിലൂടെ വെളിപ്പെട്ടു വരും. ഞാനൊരു എക്സാമ്പിൾ കൂടെ പറയാം. ഈ പറഞ്ഞ എല്ലാം കൂടെ വെച്ചുകൊണ്ട് ഒരു എക്സാമ്പിളും കൂടെ പറയാം. പുസ്തക പ്രവൃത്തികൾ 20-ാം അധ്യായം 7 തൊട്ട് 10 വരെയുള്ള വാക്യം, 11 വരെയുള്ള വാക്യം, 11, 12 വരെ. അവിടെ എഴുതിയിട്ടുണ്ട്: ആഴ്ചവട്ടത്തിന് 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചുകൊണ്ട് അവരോട് സംഭാഷിച്ച് പാതിര വരെയും പ്രസംഗം നീട്ടി. ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്കുണ്ടായിരുന്നു. അവിടെ യൂത്തിക്കോസ് എന്ന യവനക്കാരൻ കിളിവാതിക്കൽ ഇരുന്ന് ഗാഢനിദ്ര പിടിച്ചു. പൗലോസ് വളരെ നേരം സംഭാഷിക്കിയാൽ നിദ്രാവശനായി 3-ാം തട്ടിൽ നിന്ന് താഴെ വീണു അവനെ മരിച്ചവനായി എടുത്തുകൊണ്ടുവന്നു. പൗലോസ് ഇറങ്ങിച്ചെന്ന് അവന്റെ മേൽ വീണ് തഴുകി ഭ്രമിക്കേണ്ട, അവന്റെ പ്രാണൻ അവനിലുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവൻ കയറി ചെന്ന് അപ്പം നുറുക്കി തിന്ന പുലരുവോളം സംഭാഷിച്ച് പുറപ്പെട്ടു പോയി. അവർ ആ ബാലനെ ജീവനുള്ളവനായി കൊണ്ടുവന്ന് അത്യന്തം ആശ്വസിച്ചു. പൗലോസ് പ്രസംഗിക്കുക. പൗലോസ് വലിയ റെവലേഷൻസ് പറയുക, വലിയ വലിയ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഒരാൾ ഉറക്കം തൂങ്ങി താഴെ പോയി. നമ്മൾ പറയുന്ന പ്രസംഗം നമ്മുടെ പ്രസംഗത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, ആൾക്കാർ അതിനെ റിസീവ് ചെയ്യാതെ വരുമ്പോൾ ചിലവരൊന്ന് ഉറങ്ങിയെന്ന് വരും. പക്ഷെ നമ്മുടെ കുഴപ്പമല്ല. നല്ല പ്രസംഗങ്ങൾ പലപ്പോഴും സ്വീകരിക്കപ്പെടണമെന്നില്ല. പക്ഷെ പൗലോസിന്റെ പ്രസംഗം കേട്ടിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രീച്ചർ ടീച്ചറായ പൗലോസിന്റെ പ്രസംഗം കേട്ട് ഒരാൾ ഉറങ്ങി താഴെ പോയി ആള് മരിച്ചുപോയി. പൗലോസ് എന്ന കാര്യം ഇറങ്ങിച്ചെന്ന് അവന്റെ മേൽ വീണ് തഴുകി. പഴയ നിയമത്തിനകത്ത് പറയുന്നുണ്ട്, പ്രവാചകൻ ബാലന്റെ മേൽ വീണ് കിടന്ന് പ്രാർത്ഥിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. സെയിം മെത്തേഡ്, വീണ് തഴുകിയിട്ട് പറഞ്ഞു അവന്റെ പ്രാണൻ അവനിലുണ്ട് എന്ന് പറഞ്ഞു. നോക്കിക്കോണം, ഇങ്ങനെ പറഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല. പൗലോസ് പേടിച്ചില്ല, ഒരാൾ മരിച്ചുപോയി, പേടിച്ചില്ല, താഴെ ചെന്ന് അവന്റെ മേൽ വീണ് പ്രാർത്ഥിച്ച് പറഞ്ഞിട്ട് പൗലോസ് കയറിപ്പോയി. എന്നിട്ട് പ്രസംഗിക്കുക, അപ്പം നുറുക്കി പ്രസംഗിച്ച് ചെയ്യേണ്ട കാര്യമെല്ലാം ചെയ്യും. അതിനുശേഷമുള്ള ലാസ്റ്റ് വാക്യത്തിൽ പറയുവാണ്, അവർ ആ ബാലനെ ജീവനുള്ളവനായി കൊണ്ടുവന്ന് അത്യന്തം ആശ്വസിച്ചു. പൗലോസ് പറഞ്ഞിട്ട് കയറിപ്പോയി. പക്ഷെ സംഭവിച്ച കാര്യം,
മരിച്ചയാൾ എഴുന്നേറ്റു. നിങ്ങൾ പറയുന്ന സമയത്ത്, പ്രസംഗിക്കുന്ന സമയത്തൊന്നും കണ്ടെന്ന് വരത്തില്ല. ഭയപ്പെടരുത്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും. പൗലോസ് പേടിച്ചില്ല, അവിശ്വാസം ഉള്ളിൽ കയറിയില്ല, തന്റെ മേലുള്ള അധികാരത്തെ ഞാൻ ഉപയോഗിച്ചു. ബാലനെ ജീവനുള്ളവനായിട്ട് കൊണ്ടുവരുന്നതാണ്. മരിച്ചു കിടക്കുന്ന അവസ്ഥകൾ ജീവിക്കും. സംഭവിക്കത്തില്ലാത്ത, നാച്ചുറൽ തലത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കും. ഇന്ന് എത്ര പേര് എന്നെ വിശ്വസിക്കുന്ന എനിക്ക് അറിയത്തില്ല. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതിന് ആമേന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഇതേ ശക്തി, ഇതേ അധികാരം വിശ്വസിക്കുന്ന സകല വ്യക്തികളുടെ മേലും റിലീസ് ആവാൻ വേണ്ടി കർത്താവെ ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഇന്ന് അങ്ങ് എനിക്ക് തന്ന റെവലേഷനെ ഞാൻ ഈ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ റിലീസ് ചെയ്യുന്നു. അവരുടെ ഹൃദയത്തിൽ അത് ശക്തിയായിട്ട് മാറും, അത് ഡെലിവറൻസ് ആയിട്ട് മാറുക. പേര് പറഞ്ഞ വ്യക്തികൾ, പേര് പറയാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായിട്ട് മാറും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങളിത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ നിങ്ങൾ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പഴയ മെസ്സേജുകൾ വേറെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കാണുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.